മണ്ണ് കൊണ്ടുപോവാ? അവിടെ എന്താ ഷീറ്റ് ഇട്ടുണ്ടോ? മണ്ണ് അതിലാവില്ലല്ലോ. ആ മലയാളി അല്ല, മലയാളി അല്ല, ആ ഹിന്ദി. അപ്പോൾ മലയാളം അറിയില്ലേ? നിങ്ങൾ ഇന്ത്യക്കായി ബെസ്റ്റാണ്. ഇത് നമ്മളെ ചെടിക്കുള്ള മണ്ണാണ്. അത് ഇവിടുന്ന് നമ്മൾ ഇൻ്റർലോക്ക് അവിടെ ചെയ്തതുകൊണ്ട് ഇനി ഇതിൽ ആക്കിയിട്ട് കൊണ്ടുപോകണം. ഇന്നലെ നല്ലൊരു മഴ ഇവിടെ പെയ്തിരുന്നു. അപ്പോൾ ആ മഴത്ത് ഇത് ഒലിച്ചു പോയി. മഴ ഇവിടെ പെയ്തിട്ടില്ല, നമ്മളെ തിരൂർ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ എങ്ങാനും മഴ പെയ്തിരുന്നെങ്കിൽ ഇതൊക്കെ ഒലിച്ചിട്ട് നേരെ ഇൻ്റർലോക്കല്ല സോറി നമ്മളെ നാച്ചുറൽ സ്റ്റോണിലോട്ട് പോയി. ഭാഗ്യത്തിന് ഇവിടെ മഴ അധികം പെയ്തില്ല, ജസ്റ്റ് ഒന്ന് ചാറിപ്പോയേ ഉള്ളൂ. അപ്പോൾ അതാ ഇവിടെ ഇങ്ങനെ ഒരു ഷീറ്റ് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ മേലെ കൂടെയാണ് കൊണ്ടുപോകുന്നത്. അപ്പുറത്തേക്ക് ആ ഭാഗത്തേക്കാണ് മണ്ണിടുന്നത്, അവിടെ ചെടികൾ വെക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. അയ്യോ ഇവിടെ കയറ് കെട്ടിട്ടുണ്ടായിരുന്നു, കയറ് കണ്ടില്ല. ഓക്കെ, ഇനി നമുക്ക് വീടിൻ്റെ അകത്തേക്ക് പോയി നോക്കാം. നമ്മളെ ആർക്കിടെക്റ്റ് വന്നിട്ടുണ്ട്, ഷെഫീഖ്. അസ്സലാമു അലൈക്കും. ഇതാ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇവിടെ ആക്കാനാണ്. ഇവിടെ നമ്മുടെ പുല്ല് ഗാർഡനൊക്കെ സെറ്റാക്കുന്നത് അവിടെ ഇടണം. ഓക്കെ. ഇവിടെ കാർപോർച്ചിൻ്റെ ഇത് ഇത്രയേ ഉള്ളൂ, നാച്ചുറൽ സ്റ്റോൺ. പിന്നെ ഇത് അറ്റത്തും നാച്ചുറൽ സ്റ്റോൺ ഉണ്ട്. ഇന്ന് രാവിലെ തുടങ്ങിയ പണിയാണിത് ഇവിടെ. പക്ഷേ ആ മണ്ണ് അവിടെ നിന്ന് എത്തുമ്പോഴേക്കും അത്യാവശ്യം സമയം പിടിക്കും തോന്നുന്നു. ഈ ഭാഗത്തുള്ള വ്യൂ ഇങ്ങനെ. ഈ കാർപോർച്ചിൻ്റെ കൂടെയുള്ള റൂമിൻ്റെ കാര്യം കുറേ ആൾക്കാർ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. ഞാനതൊക്കെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് കൂടുതലല്ലേ, വേണ്ടായിരുന്നു, എന്തിനാണ് ഇത്രയും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ അതിനുള്ള റീസണൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനുള്ള സാഹചര്യം കിട്ടുന്നില്ല. ഇവിടെ ആളുകളുണ്ട്. ഓക്കെ, ഇവിടെയും കോബിൾ സ്റ്റോൺ വിരിച്ചിട്ടോ. ഇവിടെയും കോബിൾ സ്റ്റോൺ ഉണ്ടായിരുന്നോ? ഇത് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഫ്രണ്ടിൽ. ഇവിടെ ചെടിയാണെന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. പിന്നെ നമ്മൾ ഈ ജനലിൻ്റെ അടുത്ത് ചെടികൾ വേണ്ടാന്ന് വിചാരിച്ചിട്ട് കോബിൾ സ്റ്റോൺ മാത്രം. ഇവിടെ ഒരു ഇരിക്കാനുള്ളൊരു സ്പേസും കൂടിയായി. അങ്ങനെ ഇവിടെ സ്വിങ് വരും ഇൻഷാ അല്ലാഹ്. ഹൗസ് വാമിങ്ങിൻ്റെ സമയത്ത് ഉണ്ടാവുമെന്ന് അറിയില്ല, ഉണ്ടാവും. AC ഫിറ്റ് ചെയ്യാനുള്ള ആൾക്കാരുണ്ട്. ഡെയ്ക്കിൻ കമ്പനിയിൽ നിന്നാണ് AC. ഇവർ ഡെയ്ക്കിൻ എന്നല്ലേ? ഇവർ ഡെയ്ക്കിൻ്റെ ആണോ? AC വെക്കാനുള്ള ഇതിലാണ്, തിരക്കിലാണ്. സെൽഫി വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ ഡ്രസ്സിൻ്റെ കളറാകെ മാറിയെന്ന് തോന്നുന്നു. അതൊന്ന് സെൽഫിക്ക് ഒരു വേറൊരു ക്ലാരിറ്റി. ഓക്കെ. ഇന്ന് ഇക്ക ബിസിയാണ്, വീഡിയോ എടുത്ത് തരാൻ ആളില്ല. എന്നും നമ്മൾ ഇവിടെ ആയതുകൊണ്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇത് ബോറടിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. കാരണം എന്നും നമ്മൾ വീട് പണിൻ്റെ അവിടേക്ക് രാവിലെ വരും, പിന്നെ കുറച്ച് നേരം ഇവിടെ ഉണ്ടാവും. പിന്നെ വീട്ടിൽ കുക്കിങ്ങും ഒക്കെ മിക്കതും വൈകുന്നേരത്തെ ഡിന്നറിന് മാത്രമേ ഉണ്ടാക്കാറുള്ളൂ. അതും തിരക്ക് പിടിച്ചിട്ടായിരിക്കും ഉണ്ടാക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ കുക്കിംഗ് വ്ലോഗ്സും വീട്ടിലെ പണികൾ, പിന്നെ ഫ്ലാറ്റിൽ ക്ലീനിങ്ങിനാണെങ്കിലും രാത്രിയിലൊക്കെ ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ നിൽക്കാറില്ല. നമ്മളെവിടെയും ആ ഒരു കോബിൾ സ്റ്റോൺ വെച്ചിട്ടുണ്ട്. നമ്മുടെ സ്റ്റെപ്പിൻ്റെ കാർപോർച്ചിന് കയറിയിട്ടുള്ള സ്റ്റെപ്പിൻ്റെ അവിടെ കാണിച്ച ഇവിടെ നല്ല ഭംഗിയുണ്ട്. ഈ സ്റ്റെപ്പിൻ്റെ ഇവിടെ കയറിയിട്ട് അവിടെ ഒരു ഗ്രൗട്ട് ഒഴിക്കുന്നുണ്ട്. ഇതാണ് വ്യൂ. ഈ വീടിൻ്റെ അകത്തേക്ക് പോയിട്ടുള്ള വ്യൂ നോക്കാം. AC ഫിക്സ് ചെയ്യാനുള്ള ആൾക്കാർ വന്നിട്ടുണ്ട്. ഹലോ, ഡേക്കിൻ്റെ കമ്പനിന്നാ? കിച്ചണിൽ വർക്ക് ഏരിയയിൽ
നമ്മൾ പറഞ്ഞ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. ഈ ടൈൽ തന്നെ. ഇവിടെ നമ്മൾ അടുപ്പിൻ്റെ ബാക്ക് സൈഡിൽ ഇങ്ങനെ ലോങ് ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. ഇതാണ് കുറച്ചുകൂടെ രസവും എളുപ്പവും തോന്നുന്നു ക്ലീൻ ആക്കാനൊക്കെ. ഇവിടെയൊക്കെ ചളി പിടിച്ചാലൊക്കെ ജസ്റ്റ് ഒന്നിങ്ങനെ തുടച്ചെടുത്താൽ മതി. ഈ ഭാഗത്തുള്ളായിരുന്നു ആദ്യം ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെയും ആ ഒരു വൈറ്റ് ടൈൽ തന്നെയാണ് ഈ ഭാഗത്ത്, പ്ലെയിൻ ടൈൽ. ഇതാണ് എപ്പോഴും നമ്മൾ ട്രെൻഡിന് പുറകെ പോകാത്താണ് എപ്പോഴും നല്ലത്. ഇതാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെയും സെയിം വൈറ്റ് തന്നെയാണ്. ഇതാകുമ്പോൾ വെച്ചാൽ നമുക്ക് ക്ലീൻ ആക്കാൻ എളുപ്പമാണ്. ഇതൊക്കെ ആകുമ്പോഴേ കാണുമ്പോൾ തന്നെ നമുക്കൊരു പേടി ഉണ്ടോ. ഒരു ചെറിയൊരു കുഴിയുണ്ട്, ഇതിനകത്തൊക്കെ പൊടി പിടിച്ചാൽ ക്ലീൻ ആക്കാൻ എളുപ്പമാണ്. അവിടെ സ്റ്റിക്ക് ചെയ്യാൻ പോവാണ്. സ്റ്റിക്ക് ചെയ്തു. മാഷാഅല്ലാ മാഷാഅല്ലാ. ഇക്കെവിടെ താൻ രണ്ടായിരം എവിടെ ഫ്രണ്ടിലാ? ഇനിയുള്ള വർക്ക് കാണാത്ത വർക്കാണല്ലോ. ആ കാണാത്ത വർക്ക് കാണിച്ചു തരികയാണേ. എവിടെ? ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. അല്ല അത് മിനിറ്റ്. സ്വിച്ച് ബോർഡോ? ആ ആ ആ അതിൻ്റെ അകത്തൊക്കെ ലൈറ്റ് വെച്ചില്ലേ? ഇതൊന്നും പുറത്തേക്ക് കാണൂല അല്ലേ? ശരി ശരി. ആ ഇതിൻ്റെ അകത്തൊക്കെ ലൈറ്റ് ഉണ്ട്. ഇത് രാത്രിയിലേക്ക് കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവും അല്ലേ? പകലിനൊക്കെ ധാരാളം നോക്കട്ടെ. ആ രസമുണ്ട്. ഞാൻ സെപ്പറേറ്റ് ലൈറ്റ് വേണ്ട ആവശ്യമില്ല ഇനി. താങ്ക് യു. നമ്മൾ മെയിൻ ഇലക്ട്രീഷ്യനാ, ഇലക്ട്രിക്കൽ വർക്ക്സ്. ആളുടെ പേര് ഷെബീർ, മുത്തു എന്ന് വിളിക്കും. അത് മൻവറാക്കിൻ്റെ ടീമിലുള്ള ആളാണ് കേട്ടോ, എൻജിനീയറിൻ്റെ ടീമിലുള്ള ആൾക്കാരാണ്. എന്നിട്ട് അവിടെ പുറത്ത് അവരോട് സംസാരിക്കുകയാണ്. ക്ലിയർ ചെയ്യോ? ഇവിടെ എന്താ ചെയ്യണത്? ഇവിടെ ഇവിടെ പെയിന്റ് അടിക്കാം. അതിൻ്റെ അകത്തൊക്കെ പെയിന്റ് അടിക്കുന്നുണ്ട് അല്ലേ? ഇതിങ്ങനെ ഒരു ഡിസൈനാ. കണ്ണടക്കാത്തോണ്ട് ഞാൻ വിചാരിച്ചാൽ എന്താ അതിൻ്റെ അകത്ത് പെയിന്റ് അടിക്കുന്നു. അപ്പോൾ ഞാൻ വീട് പണീൻ്റെ അപ്ഡേറ്റ്സ് ഉണ്ടല്ലോ, ഇതിൽ കുറേ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ദിവസം. അത് ഞാൻ അടുത്ത വ്ളോഗായിട്ട് ഷെയർ ചെയ്യാം. ഈ ഒരു വീഡിയോ ഭയങ്കര ലെങ്തി ആവും. പിന്നെ ഇനി ഷെയർ ചെയ്യാൻ പോകുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം എടുത്തിട്ടില്ല, കാലിക്കറ്റ് പോയില്ലേ, അതിൻ്റെ വിശേഷങ്ങളാട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇന്ന് കാലിക്കറ്റ് പോകാനുണ്ടെന്ന്. കാലിക്കറ്റ് പോകുന്നത് ഈ ഒരു കാര്യത്തിനാണ് കേട്ടോ. സാൻഫോർഡ് ഇന്ത്യയിൽ നിന്ന് എനിക്ക് ഒരു ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു. സാൻഫോർഡ് ഇന്ത്യയിൽ നിന്ന് എനിക്കൊരു ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു. 28 മാർച്ച് ഇന്നാണ്. ഡിമോറ ഹോട്ടൽ കാലിക്കറ്റ് വെച്ചിട്ടാണ്. 6 to 9 PM വരെയാണ് ഫംഗ്ഷൻ. ഒരു ലോഞ്ചിങ്ങിൻ്റെ ഭാഗമായിട്ട് വിളിച്ചതാണ്. അവരുടെ പുതിയൊരു പ്രൊഡക്റ്റിൻ്റെ ലോഞ്ചിങ്ങിൻ്റെ ഭാഗമായിട്ട് വിളിച്ചതാണ്. അപ്പം ഇതാണ് ഇൻവിറ്റേഷൻ പാസ് കേട്ടോ, ഗസ്റ്റിൻ്റെ പാസ് വരുന്നത്. അപ്പോൾ ഇതായിരുന്നു ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ. ഇതാണ് ഇൻവിറ്റേഷൻ ലെറ്റർ. ഞാനും റൂഹിയും ഇക്കുമാണ് പോകുന്നത് കേട്ടോ. കുട്ടികളാരും വന്നില്ല. ഇതാണ് ഇവൻറ്റിൻ്റെ പാസ് കേട്ടോ എനിക്ക് കിട്ടിയത്. എൻ്റേത് ഇതാണ്, മറ്റേത് ഗസ്റ്റിൻ്റെ പാസ്. ഇന്നൊരു പ്രത്യേക മഴക്കാറ് കാണുന്നുണ്ട്. ഒരു മഴക്കുള്ളൊരു കോളുണ്ട് തോന്നുന്നു അല്ലേ? റൂഹിമോള് ഉറങ്ങി. എന്ത് റൂഹി തെറ്റിയോ? അങ്ങനെ ഞങ്ങൾ സാൻഫോർഡിൻ്റെ ആ ഒരു ഫംഗ്ഷൻ നടക്കുന്ന ആ ഒരു ഹോട്ടലിലെത്തി. ഡിമോറ ഹോട്ടലിൽ വെച്ചിട്ടായിരുന്നു ഈ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നത്.
വരുന്ന സമയത്ത് നല്ല മഴയായിരുന്നു. അപ്പം അവിടെ വേറൊരു ഫംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സാൻഫോർഡിൻ്റെ തന്നെ. നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു 6 o'clock വരാനായിരുന്നു. നമ്മൾ കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു, ഹോട്ടലിൽ വെയിറ്റ് ചെയ്തു. അതിനുശേഷം പിന്നെ ഇവൻ്റ് നടക്കുന്ന സ്ഥലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും ഈ ഒരു ഇവൻറ്റിനെ പറ്റി പറയുവാണെങ്കിൽ ഭയങ്കര അടിപൊളിയായിട്ടാണ് ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒന്നും പറയാനില്ല, ഒരു മോശവും പറയാനില്ല. എല്ലാവരും ഒരേപോലെയാണ് ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതെടുത്ത് പറയേണ്ട കാര്യമാണ്. ഈ ഒരു ഇവൻറ്റിൽ ഡീലേഴ്സും അങ്ങനെ കുറേ ആൾക്കാർ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു, ഇൻഫ്ലുവൻസേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വന്ന പാടനെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ഒരുപാട് പ്രോഡക്റ്റ്സ് അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു സാൻഫോർഡിൻ്റെ തന്നെ. അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു, ഒന്ന് പരിചയപ്പെട്ടു, അവരുടെ പ്രൊഡക്ട്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ ചോദിച്ചറിഞ്ഞു. പിന്നെ സാൻഫോർഡിൻ്റെ ഈ ഒരു പേര് UAE അല്ലെങ്കിൽ GCCയിലുള്ളവർക്കൊക്കെ നല്ല പരിചയം ഉണ്ടാവും. കാരണം നമ്മൾ ഗൾഫ് കൺട്രീസിലൊക്കെ സാൻഫോർഡ് ഭയങ്കര കോമൺ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. ഇലക്ട്രോണിക്സിലൊക്കെ പ്രത്യേകിച്ച് ടോർച്ച് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇല്ലേ, അതൊക്കെ സാൻഫോർഡിനാണ് കൂടുതൽ യൂസ് ചെയ്യുക. അപ്പോൾ ഞാൻ UAE ആയ സമയത്ത് ഒരുപാട് സാൻഫോർഡിൻ്റെ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്ത ഒരാളാണ്. ഖത്തറിൽ, അതായത് 2002 ദോഹ സ്റ്റാർ ഹൈപ്പർ മാർക്കറ്റിലാണ് ഈ സാൻഫോർഡിൻ്റെ സ്റ്റാർട്ടിങ് വരുന്നത് കേട്ടോ. 2002. നാട്ടിൽ 2019 കേട്ടോ. അപ്പോൾ നാട്ടിലിപ്പം ഒരുപാട് ഹൈപ്പർ മാർക്കറ്റ്സിൽ, ലീഡിങ് ഹൈപ്പർ മാർക്കറ്റ്സിലൊക്കെ അവൈലബിൾ ആണ് സാൻഫോർഡിൻ്റെ പ്രോഡക്ട്സ്. അതുപോലെ തന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉണ്ട്. അവരുടെ വെബ്സൈറ്റ് ത്രൂ നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഈ കാണുന്ന പ്രോഡക്ട്സ് എല്ലാതും നല്ല ഓഫർ പ്രൈസിൽ കിട്ടുന്നതായിരിക്കും. ഞാൻ വേണമെങ്കിൽ വെബ്സൈറ്റിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. അപ്പം ഈ ഒരു ഫാന് കണ്ടോ, ഭയങ്കര നല്ല ഫാൻ കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് ഞാനിപ്പോൾ വീഡിയോ കാണിക്കുന്നതുകൊണ്ട് പറയല്ല കേട്ടോ. അത് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഒരു ഫാൻ. നമുക്കിപ്പോൾ നല്ല ചൂടുള്ള സമയത്തൊക്കെ ഭയങ്കര യൂസ്ഫുള്ളാണ്. അതുപോലെ തന്നെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള ഓരോ പ്രോഡക്ട്സും അത് ആ ഒരു സാൻഫോർഡ് ബ്രാൻഡ് യൂസ് ചെയ്തവർക്ക് അറിയുന്നുണ്ടാവും, നല്ല ബ്രാൻഡാണ്. UAE യൂസ് ചെയ്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നാട്ടിലും നിങ്ങളിത് യൂസ് ചെയ്യും. അപ്പം ഞാൻ ഓരോ പ്രോഡക്ട്സും എടുത്ത് കാണിക്കുന്നില്ല. ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സാൻഫോർഡിൻ്റെ കുക്ക് വെയർ സെറ്റാണ്. അപ്പം അതും പറയുവാണെങ്കിൽ നല്ല വെയിറ്റ് ഉണ്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ. അതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ ഉണ്ട്, അതുപോലെ തന്നെ വാൾ ഫാനുകളുണ്ട്, പിന്നെ ബ്ലെൻഡേഴ്സ്. ഈ മിക്സി എന്ന് പറഞ്ഞത് നമ്മൾ സാധാരണക്കാർക്കും എല്ലാവർക്കും ഒരേപോലെ ആവശ്യമുള്ള ഒരു കിച്ചണിൽ അത്യാവശ്യം വേണ്ട പ്രോഡക്റ്റാണ്. അപ്പോൾ അതിലും കുറേ 1000 വാട്ട്സിൻ്റെ 1200 വാട്ട്സിനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച ഒരു മോപ്പ് ഉണ്ടല്ലോ, സ്പിൻ മോപ്പ്, അത് ഞാൻ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പ്. അടിപൊളി മോപ്പാണ് സാൻഫോർഡിൻ്റെ. എനിക്ക് കൊളാബറേഷനായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വാങ്ങിച്ചവർ താഴെ കമൻസിൽ അറിയിക്കുക കേട്ടോ, സാൻഫോർഡിൻ്റെ മോപ്പ് വാങ്ങിച്ചവർ. അങ്ങനെ പിന്നെ പ്രോഡക്ട്സൊക്കെ കണ്ടിട്ട് പിന്നെ നമ്മൾ ഒരു സ്നാക്കും ചായയും കുടിച്ചു. ഇവരാണ് സാൻഫോർഡിൻ്റെ ഡയറക്ടർ സൽമ. ആളെ പറ്റി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ലേഡിയാണ്. എന്താ പറയുക, ഒരു ഡൗൺ ടു എർത്ത് പേഴ്സൺ എന്ന് പറയില്ലേ, എല്ലാവരോടും സംസാരിച്ച് നല്ല കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് അങ്ങനത്തെ ഒരു ലേഡി. അത്രയും ബിസി ആയിട്ടുള്ള സമയത്ത് പോലും നമ്മളോടൊക്കെ സംസാരിക്കാനുള്ളൊരു ടൈം എടുത്തല്ലോ, അതിന് വലിയ കാര്യം. പിന്നെ ഓരോരുത്തരും ഇൻട്രൊഡക്ഷനൊക്കെ കൊടുക്കുന്നുണ്ട് അവിടെ. ഇൻഫ്ലുവൻസേഴ്സായിട്ട് കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ കൂടുതലും ഡീലേഴ്സ്, അവരുടെ ഫാമിലി അങ്ങനെയൊക്കെയാണ് ഉള്ളത് കേട്ടോ. അപ്പം അവരിലും കുറേ നമ്മുടെ വീഡിയോസ് കാണുന്നവരുണ്ട്, കുറേ നേരിട്ട് കണ്ടു, സംസാരിച്ചു. അങ്ങനെ ഇവരാണ് സൽമ, ഞാൻ നേരത്തെ പറഞ്ഞ സാൻഫോർഡിൻ്റെ ഡയറക്ടർ. ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര ഡൗൺ ടു എർത്ത് പേഴ്സണാണ് സംസാരിച്ചപ്പോൾ. ഇവരെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, അൽഗസാലി പാത്രപ്പുരയുടെ ഓണേഴ്സാണ്. അവർ രണ്ടുപേരും ഈ ഒരു ഇവൻറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. ഡീലേഴ്സാണ് അവർ സാൻഫോർഡിൻ്റെ ഒക്കെ. അപ്പോൾ അതുകൊണ്ട് അവർക്കും ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു. ശരിക്കും സാൻഫോർഡിൻ്റെ ഈ ഒരു ഇവൻറ്റിൽ എന്നെ ഇൻവൈറ്റ് ചെയ്തപ്പോൾ ഞാൻ ആദ്യം മടിച്ച് വേണ്ട, ഈ ഒരു തിരക്കിൽ വരാൻ പറ്റുന്നുണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചു. പിന്നെയാണ് ഞാൻ ഓക്കെ പറഞ്ഞത്. പക്ഷേ ശരിക്കും എന്താ പറയുക, വന്നത് നന്നായെന്ന് വിചാരിച്ചു. കാരണം നല്ലൊരു ഇവൻ്റായിരുന്നു, ഭയങ്കര അടിപൊളിയായിട്ട് അവർ ഓർഗനൈസ് ചെയ്തു. ഞാൻ വീണ്ടും പറയാൻ കാരണം നല്ല രീതിയിൽ ഒരു ഫ്ലോപ്പും ഇല്ലാണ്ട് അടിപൊളിയായിട്ട് ഓർഗനൈസ് ചെയ്തു കേട്ടോ. അത് ഭയങ്കര നല്ലൊരു കാര്യം തന്നെയാണ്. ഇത്രയും ആൾക്കാർ അവർ മാനേജ് ചെയ്തല്ലോ. പിന്നെ ഫംഗ്ഷൻ ആണെങ്കിൽ കറക്റ്റ് ആ ഒരു പറഞ്ഞ സമയത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര പങ്ക്ച്വലായിട്ട് തോന്നി. ഇവരും ഇവിടെ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡീലറിൻ്റെ വൈഫാണ്, നമ്മുടെ വ്യൂവേഴ്സാണ്.
ഇന്ന് ഈ ഒരു ഇവൻറ്റിൽ വെച്ചിട്ട് 2 പ്രോഡക്റ്റ്സാണ് ലോഞ്ചിങ് വരുന്നത്. ഒന്ന് ഒരു മിക്സിയാണ്, ഒന്ന് കുക്കറാണ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ കുക്കർ. അപ്പോൾ ഫസ്റ്റത്തെ പ്രോഡക്റ്റിന് ലോഞ്ചിങ്ങിനായിട്ട് അവർ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത് സ്നേഹിത ഒളവണ്ണ എന്ന് പറഞ്ഞിട്ടുള്ള കുടുംബശ്രീ ഫാമിലിയിൽ നിന്നാണ്. അതായത് ഒരു 6 പേരടങ്ങുന്ന ഒരു കുടുംബശ്രീ ഇതുണ്ടാവില്ലേ, ഹോട്ടലുണ്ടാവില്ലേ, അവരെ കൊണ്ടാണ് ഇത് അവർ ലോഞ്ച് ചെയ്യിപ്പിക്കുന്നത്. അതിൻ്റെ മെയിൻ റീസൺ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മിക്സിയൊക്കെ കൂടുതലും ലേഡീസ് അല്ലേ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ സാധാരണക്കാരനെ ലോഞ്ച് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പ്രത്യേകിച്ച് കുടുംബശ്രീ എന്നൊക്കെ പറയുമ്പോൾ അവരൊക്കെ 30 രൂപക്കൊക്കെ ചോറ് കൊടുക്കുന്ന അങ്ങനത്തെ ഒരു ടീമുണ്ടല്ലോ. കേരളത്തിലെ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് അങ്ങനെ കുടുംബശ്രീ ടീംസ്. അപ്പോൾ അവരെ കൊണ്ടാണ് ചെയ്യിപ്പിച്ചത്. പിന്നെ ആ ഒരു മിക്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും പിന്നെ അവിടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സ്പെഷ്യാലിറ്റി കാര്യങ്ങൾ, വർക്കിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അടുത്തത് ലോഞ്ച് ചെയ്യുന്നത് ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ പ്രഷർ കുക്കറാണ് സാൻഫോർഡിൻ്റെ. പിന്നെ ഈ ഒരു ഇവൻറ്റിൽ ഒരുപാട് പേർക്ക് സമ്മാനങ്ങളും ഗിഫ്റ്റുകളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ കുറച്ച് വീഡിയോ ക്ലിപ്സായിട്ട് എടുത്തിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ സാൻഫോർഡിൻ്റെ മാനേജിങ് ഡയറക്ടറായിട്ടുള്ള മുനീബ് സാറിന് പൊന്നാട അണിയിച്ച് അങ്ങനെയൊക്കെ അവരെ ആദരിച്ച് അങ്ങനത്തെ ഇവൻ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇൻഫ്ലുവൻസേഴ്സിന് ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് മാത്രമല്ല കേട്ടോ, എല്ലാ ഇൻഫ്ലുവൻസേഴ്സിനും ഗിഫ്റ്റ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിനുശേഷം സ്റ്റാർട്ടിങ് ടു ഇത് വൈൻഡപ്പ് ആക്കുന്നവരെ അടിപൊളിയായിട്ട് തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു മോളെ കണ്ടോ, മോൾക്ക് എന്നെ കണ്ടിട്ട് മനസ്സിലായി, അവരുടെ പാരൻസിനെ എന്നെ കണ്ടിട്ട് മനസ്സിലായില്ല. അപ്പോൾ മോള് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഐഷസ് കിച്ചണിൽ എത്തല്ലതെന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഇവരും ഇവിടെ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള ഡീലേഴ്സിൻ്റെ വൈഫ്മാരാണ്. അവർ കണ്ണൂരിൽ നിന്ന് വരും കേട്ടോ. പിന്നെ ഇവരൊക്കെയാണ് ഇൻഫ്ലുവൻസേഴ്സ്, ഇവിടെ ഇപ്പോൾ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സ് കേട്ടോ. അതിൻ്റെ കൂടെ കുടുംബശ്രീത്തെ ആ ഒരു ടീമിലെ അംഗങ്ങളുണ്ട്. എല്ലാവരും കൂടി ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ഗിഫ്റ്റ് ബോക്സിലുള്ള ഗിഫ്റ്റ് കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച്. എന്താ പറയേണ്ടത് എനിക്കറിയില്ല. ചില ഇവൻറ്റിൽ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് തോന്നും വരേണ്ടിണ്ടായിരുന്നില്ല എന്ന്. പക്ഷേ ഇത് ശരിക്കും എനിക്ക് നല്ല വേർത്തായിട്ട് തോന്നി. ഞാൻ അങ്ങനെ ഒരുപാട് ഇവൻറ്റ്സിലൊന്നും പങ്കെടുക്കാറില്ല കേട്ടോ, വല്ലപ്പോഴും എപ്പോഴെങ്കിലുമൊക്കെ പോവും. അപ്പോൾ ഇതെനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി തന്നിട്ടുള്ള നല്ലൊരു ഇവൻ്റായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുഡും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ബൊഫേ ആയിരുന്നു കേട്ടോ. ഫുഡിൻ്റെ വീഡിയോസ് എടുക്കാൻ എനിക്ക് പറ്റിയില്ല, കാരണം കുറച്ച് തിരക്കുണ്ടായിരുന്നു അവിടെ. അപ്പോൾ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഫുഡ് എടുക്കാൻ പോയതൊക്കെ, അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാൻ നിന്നില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും താഴെ കമൻസിൽ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നതായിരിക്കും. ബൈ, താങ്ക് യു.